ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്നൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് കാണാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കാഷ്യൂവും കിസ്മിസും പിന്നെ നമ്മുടെ സാവോനരി അതാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പൗഡർ ഷുഗർ ആക്കാനായി വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള മിൽമയുടെ ഗീ ആണ് എടുത്തിട്ടുള്ളത്. അടുത്തത് പിന്നെ നമ്മുടെ പഞ്ചസാര നല്ലോണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യ് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കാഷ്യൂ കിസ്മിസും വറുത്തെടുക്കാം. ഇത് നമുക്ക് കാഷ്യൂവും കിസ്മിസും വറുത്തെടുക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും നെയ്യ് ചേർത്തത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ കോരിയതിൻ്റെ ശേഷം അതിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഗീ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗീ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് സോട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കാം. ഗീ നല്ലൊരു ഫ്ലേവർ നൽകും, അതാണ് നമ്മൾ ഇത്ര ഗീ ചേർക്കുന്നത്. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഗീയിൽ കിടന്ന ക്യാരറ്റ് നല്ലോണം ഒന്ന് ഒരു ഫ്ലേവറായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗറൊന്നും ക്യാരറ്റും ഷുഗറും കൂടെ മെൽറ്റ് ചെയ്ത് വരാനാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൽ അത്യാവശ്യം നല്ല ഷുഗർ ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും ഷുഗറും ഗീയും ക്യാരറ്റും കൂടെ വരുമ്പോൾ. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്തത് തേങ്ങാപ്പാലാണ്. 1-ാം പാലാണ് ചേർത്തത്. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങാപ്പാലിൽ കുറച്ചിങ്ങനെ അതൊരു ക്യാരറ്റ് കുതിർന്ന് വരുന്ന നല്ല വെന്ത് വരുന്നതും നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 2-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ. പിന്നെ നമ്മുടെ പാല് നോർമൽ നമ്മൾ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ അടുത്ത് നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ മൊത്തമായിട്ട് നമ്മൾ അതിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ പാൽ ചേർത്തതിന് ശേഷമാണ് നമ്മുടെ വേവിച്ച് വെച്ച് സാവോനരി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് മൊത്തമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാവോനരി ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവും ക്യാരറ്റ് പായസത്തിൻ്റെ. പക്ഷേ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായങ്ങളും ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ചുടുവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുടുവെള്ളം ചേർക്കാം, അത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിൽക്ക് തന്നെ ആക്കാം. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ പായസം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ടാണ് നമ്മൾ ഇത് തിളക്കുന്ന ടൈമിലാണ് നമ്മൾ ക്യാരറ്റും നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടെയുള്ള ഈ ക്യാരറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ ഷുഗറും ഏലക്കായും കൂടെയുള്ള പൗഡറാണ് കേട്ടോ, സോറി, അതാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഘട്ടമായിട്ടാണ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ഒന്ന് നോക്കിയിട്ടോ, ഷുഗറൊക്കെ കറക്റ്റാണ്. നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊരു വൺസെങ്കിലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്ക് നമ്മൾ നമ്മുടെ കിസ്മിസും ഇതെല്ലാം ആഡ് ചെയ്തിട്ട് കാഷ്യൂ നട്ടും എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടോ.
അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ക്യാരറ്റ് പായസം ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.